വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരുമില്ലാതേകനാകുമ്പോൾ, നീതിയേറുമ്പോൾ, ആരുമില്ലാതേകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. 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 അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും.
എല്ലാവർക്കും വന്ദനം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസമാണ്. നിങ്ങളെയെല്ലാം പ്രത്യേകിച്ച് പൊതുവായിട്ട് G7 ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചാൽ പ്രാർത്ഥിക്കാം. നേരിട്ട് കടന്നു വരാൻ കഴിയുന്നവർക്ക് കടന്നു വരാം. കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ഒരു വിത്ത് വളരുമ്പോൾ ആരും അറിയാറില്ല, അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ആരും അറിയാറില്ല. എന്നാൽ ഒരു മരം വീഴുമ്പോൾ അത് വലിയ ശബ്ദത്തോടെയാണ് വീഴുന്നത്. അപ്പോൾ വീഴ്ചകൾ വലിയ ശബ്ദമുണ്ടാക്കുമെങ്കിലും വളർച്ചകൾ, സൃഷ്ടിപ്പുകളെല്ലാം നിശബ്ദതയിലാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ വീഴ്ചയുടെ ശബ്ദം കേട്ട് ആരും ഭയപ്പെടരുത്. വലിയ വളർച്ചകളും ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സത്യം മനസ്സിലാക്കി അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കണം. വളർച്ചകൾ നമ്മൾ അറിയാറില്ല, വളരുന്നത് നമ്മൾ അറിയാറില്ല. എന്നാൽ വീഴ്ചകൾ മാത്രമേ ഈ ലോകം പൊക്കി കാണിക്കാറുള്ളൂ. അത് കാണാനുമുണ്ട്. എങ്കിലും അധൈര്യപ്പെടരുത്, കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതായത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചും പല രീതിയിൽ, പല രൂപത്തിൽ, ഭാവത്തിലൊക്കെ അവരുടെ കൂടെ യാത്ര ചെയ്തൊക്കെ യേശു അത് കാണിച്ചു കൊടുത്തു. എപ്പോഴാണ്? കഷ്ടം അനുഭവിച്ച ശേഷം. സാധാരണ നമ്മൾ പറയാറുള്ള ഏറ്റവും വലിയ കഷ്ടം മരണമാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം ഇതാ പുതിയൊരു ജീവിതവുമായിട്ട് യേശു 40ഓളം ദിവസം ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു സത്യം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതായത് കഷ്ടം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഇന്ന് ഭൂമിയിൽ കാണുന്ന പലതും കഷ്ടങ്ങളോടുകൂടി തീരുകയാണ്. വലിയ കടക്കണി, ആത്മഹത്യ, തീർന്നു. മാരക രോഗം, തീർന്നു. വെന്റിലേറ്റർ, തീർന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ. മദ്യം, മയക്കുമരുന്ന്, തീർന്നു. മനുഷ്യൻ്റെ ജീവിതം തീർന്നു. ഇതെല്ലാം ഓരോ കഷ്ടങ്ങളാണ്. പാപത്തിൻ്റെ പരിണിത ഫലമായ പല കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടം സ്വന്തം പാപത്താലോ സ്വന്തം മോഹത്താലോ ഉണ്ടായി വന്നതല്ല. എന്നാൽ മനുഷ്യരനുഭവിക്കുന്ന കഷ്ടങ്ങളെല്ലാം സ്വന്തം വിതയുടെ ഫലമാണ്. എന്തു വിതച്ചുവോ അത് കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും. അപ്പോൾ അങ്ങനെ മനുഷ്യൻ അനുഭവിക്കേണ്ടതാണ് ഇതെല്ലാം. പാപത്താൽ മരണം ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ പാപത്താൽ മരണം വന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനത്താൽ നിത്യജീവനും വന്നു. ഒടുക്കത്തെ ആദാം നിമിത്തം നിത്യജീവൻ. 1-ാമത്തെ ആദാം കൊണ്ടുവന്നത് പാപവും ശാപവും മരണവും. ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു കൊണ്ടുവന്നതോ വിശുദ്ധിയും നീതിയും സത്യവും നിഷ്കളങ്കതയും പുതിയ ജീവിതവും അസാധാരണമായ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ജീവിത ശൈലിയും. മക്കളായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന വലിയ വലിയ പദവികൾ, അതാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അതായത് കഷ്ടം കൊണ്ട് തീരുകയല്ല, കഷ്ടത്തിൽ നിന്ന് ഒന്ന് തുടങ്ങുന്നതാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്.
അപ്പോൾ പിശാച് വന്നിട്ട് പറയും, ഈ കഷ്ടത്തോടുകൂടി നീ തീർന്നു. പിശാചിനോട് തിരിഞ്ഞു പറയണം, ഇല്ലടാ, ലോകത്തിലുള്ളവർ കഷ്ടത്തിൽ തീരുമായിരിക്കും. അത് ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. എന്നാൽ കഷ്ടത്തിന് ശേഷം വീണ്ടും ഒരു ഉയർപ്പുണ്ട്, വീണ്ടും ഒരു ജീവിതമുണ്ട്, അനശ്വരമായ ഒരു ജീവിതമുണ്ട്, അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമുണ്ട്, അഭിവൃദ്ധിയുടെ ഒരു ജീവിതമുണ്ട്, വിലപ്പെട്ട ഒരു ജീവിതമുണ്ട്, മാന്യതയുടെ പ്രതിഫലങ്ങളുടെ ഒരു ജീവിതമുണ്ട്. ഇത് പിശാചിനോട് നമുക്ക് പറയാൻ കഴിയും, ലോകത്തോട് പറയാൻ കഴിയും. എല്ലാവരും പറയും ഇതോടുകൂടി ഇവൻ അവസാനിച്ചു. ഇല്ല, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരു കഷ്ടത്തോടുകൂടി അവസാനിക്കില്ല. അവിടെ നമ്മൾ വായിച്ചത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ എവിടെ കഷ്ടപ്പെട്ടുവോ, ആരുടെ മുൻപിൽ കഷ്ടപ്പെട്ടുവോ, ആരെല്ലാം ആ കഷ്ടത കണ്ടുവോ അവരുടെ നടുവിൽ പ്രത്യക്ഷനായി. ആരെല്ലാം കഷ്ടത്തിൽ കരഞ്ഞുവോ, ആരെല്ലാം കഷ്ടം ഒരു നഷ്ടമായി കണ്ടുവോ അവരുടെ നടുവിൽ ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കഷ്ടപ്പെടുത്തിയവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പോയില്ല. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ നടുവിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഉയർത്തെഴുന്നേറ്റ് ശേഷം പോയി കാണിച്ചു കൊടുത്തില്ല. ഹെരോദാവിന് പ്രത്യക്ഷനായില്ല, പീലാത്തോസിന് പ്രത്യക്ഷനായില്ല, മഹാപുരോഹിതന്മാർക്ക് പ്രത്യക്ഷനായില്ല. എന്നാൽ തൻ്റെ ശിഷ്യന്മാർ ഈ കഷ്ടത ഒരു നഷ്ടമായി പോയോ എന്ന് ഭയപ്പെട്ട, ഭാരപ്പെട്ട സാധുക്കളായ ഗലീലക്കാർക്ക് വേണ്ടി, തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം പ്രത്യക്ഷമായി. അവരെയാണ് കർത്താവിന് ധൈര്യപ്പെടുത്താനുള്ളത്, അവരെയാണ് കർത്താവിനെ ഉണർത്താനുള്ളത്. അതായത് മരണം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയത. എൻ്റെ മാർഗം മരണത്തിന് ഉപരി ഉള്ള ഒരു ജീവിതമാണ് എന്ന് യേശു അവിടെ അവരുടെ മുൻപാകെ തെളിയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തു നിമിത്തം അന്യായമായി കഷ്ടമോ നഷ്ടമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. അത്ഭുതകരമായി പുറത്തു വരും, അതിശയകരമായി പുറത്തു വരും. ഈ ബൈബിളിലെ ഈ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തിൽ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ വായിച്ചിട്ടില്ലേ, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ അവിടെ ഇല്ല. കല്ലറയിൽ ഞങ്ങൾ ഒരിക്കൽ യെരുശലേമിൽ ചെന്നപ്പോൾ, ആ തോട്ടത്തിൽ ചെന്നപ്പോൾ കണ്ടു, അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ ഇല്ല. ഇതുപോലെ എവിടെ നാറ്റക്കേസായോ, എവിടെ തീർന്നെന്ന് പറഞ്ഞുവോ അവിടെ ഇല്ല. എവിടെ അസ്തമിച്ചു എന്ന് പറയുന്നു അവിടെ നിന്ന് നീ പുറത്തു വരും. എവിടെ തകർന്നെന്ന് പറയുന്നു അവിടെ നിന്ന് നീ പുറത്തു വരും. എവിടെ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നു അവിടെ നീ പുറത്തു വരും. എവിടെ ഇനി ഒരിക്കലും പുറത്തു വരാതെ കല്ലുരുട്ടി പിശാച് മുദ്രയിട്ട് വെച്ചാൽ നീ അവിടെ നിന്ന് പുറത്തു വരും. അവിടെ എഴുതി വച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് അവൻ ഇവിടെ ഇല്ല. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനെ? അതായത് ജീവനുള്ളവനാണ് അവൻ, അവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കാൻ പാടില്ല. ദൂതന്മാർ ഇറങ്ങി വന്ന് പറയുകയാണ്, ജീവനുള്ളവൻ, അവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനന്വേഷിക്കണം? അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്തിയ ശരീരങ്ങളെ ഉണർത്തിയെടുക്കും. ചാകാറായ ശേഷിപ്പുകളെ എല്ലാം ശക്തീകരിക്കും. ഉയർപ്പിൻ്റെ ശക്തി എന്ന ശക്തിയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പാഴ് ശൂന്യമായ ഭൂമിയുടെ മേൽ പരിവർത്തിച്ച ദൈവശക്തി ഏത് അസ്ഥിത്താഴ്വരെയും സൈന്യത്താഴ്വരയാക്കുന്ന ശക്തി. യെഹെസ്കേൽ 37 മനുഷ്യപുത്ര,
നീ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട്? യെഹെസ്കേലിനെ ആ താഴ്വരയിലേക്ക് വിടുന്നു. ദൈവം വിടുകയാണ്. ഈ അസ്ഥി താഴ്വരയെ നീ മാറ്റിമറിക്കണം, നീ സംസാരിക്കണം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു, മാംസം മാംസത്തോട് ചേർന്നു. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. ശ്വാസമേ വന്ന് ഈ നിഹിതന്മാരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞു. ഉടനെ ശ്വാസം അവരുടെ മേൽ വന്നു. അവർ ജീവിച്ച് വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇതാണ് കാൽവരി ക്രൂശിലെ സകലത് നിവർത്തിയായി എന്ന വാക്കിലൂടെ സംഭവിച്ചത്. യേശു അത് വിളിച്ചു പറഞ്ഞു, പ്രാണനെ വിട്ടു. ഉടനെ മാനവജാതിയുടെ വീണ്ടെടുപ്പ് സാധ്യമായി. ഒരു യാഗം നടന്നു, രക്തത്താലുള്ള വീണ്ടെടുപ്പ് നടന്നു. ഒരുവൻ നമുക്ക് വേണ്ടി മരിക്കണമായിരുന്നു. യേശു മരിച്ചു. അവന്റെ മരണത്താൽ നാം ജീവിക്കുന്നു. യേശു അടിയേറ്റു. അവന്റെ അടിപ്പിണരാൽ നാം സൗഖ്യമാകുന്നു. യേശു നിന്ദിക്കപ്പെട്ടു. അവന്റെ നിന്ദയാൽ നമ്മൾ മാന്യതയുള്ളവരായി മാറി. എല്ലാം യേശുവിന്റെ നാമത്തിലാണ് സംഭവിച്ചത്. കർത്താവിലുള്ള വിശ്വാസം. അവൻ കഷ്ടം അനുഭവിച്ചത് മുഴുവനും എനിക്കും നിങ്ങൾക്കും തുല്യമായി അനുഗ്രഹിക്കപ്പെടാനാണ്. നമ്മൾ കാണാറുണ്ട്, ആത്മീയ ലോകത്തിൽ പലരും ഉയരങ്ങളിലെത്തി. എന്താ കാരണം? അവർ ഈ സത്യങ്ങൾ വിശ്വസിച്ചു. കഷ്ടം അനുഭവിച്ച ശേഷം പ്രത്യക്ഷനായി. എന്താണ്? തീർന്നില്ല കുഞ്ഞേ, ഇനി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ യേശു കഷ്ടം അനുഭവിച്ചത് നമുക്കൊരു വലിയ ബെനിഫിറ്റാണ്. അതിനെ നമ്മൾ സ്വന്തമാക്കണം. യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകണം. അവൻ കഷ്ടം അനുഭവിച്ചതെല്ലാം നമ്മുടെ ലാഭമാണ്. അത് വിശ്വാസത്താൽ പറയണം. യേശു അടികൊണ്ടു, അതെൻ്റെ വിടുതലാണ്. യേശു തകർക്കപ്പെട്ടു, അതെൻ്റെ ഉയർച്ചയ്ക്കാണ്. യേശു നിന്ദിക്കപ്പെട്ടു, അത് ഞാൻ മാനിക്കപ്പെടാനും. എല്ലാം അതുപോലെ തന്നെ വിശ്വസിക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണമാക്കപ്പെടും. ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ശിഷ്യന്മാർക്കും കൂടെയുള്ള 500-ൽ പരം പേർക്കും പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നു. കഷ്ടത്തിന് ശേഷം ജീവിതമുണ്ടെന്ന് യേശു കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരറിയണം, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾക്ക് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ വരുവാനുള്ള നിത്യതയിലുമുണ്ട്. അത് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട ഓരോ വ്യക്തികളും ഇന്ന് കടന്നു പോകുന്ന കഷ്ടതകളിൽ വലിയ ജയം അവർ കാണട്ടെ, വലിയ വിടുതൽ അവർ കാണട്ടെ, വലിയ ഉയർച്ചകൾ കാണട്ടെ, വലിയ അഭിവൃദ്ധി കാണട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സമാധാന നദി ഒഴുകട്ടെ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവരുടെ അവസ്ഥകളെല്ലാം മാറട്ടെ. വീടിൻ്റെ പണികൾ പൂർത്തിയാകട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവി അത്ഭുതമാകട്ടെ. നല്ല അഡ്മിഷൻ, നല്ല ഭാവി കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ഏറ്റവും നല്ല ജോലികളിലേക്ക് യൗവനക്കാർ പ്രവേശിക്കും. വിവാഹങ്ങൾ കൂട്ടമായി നടക്കട്ടെ. അനേക കുടുംബങ്ങളിൽ തലമുറകൾ ജനിക്കട്ടെ. കടക്കണികളിൽ നിന്ന് പുറത്തു വരട്ടെ. സമാധാന നദി ഒഴുകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. താല്പര്യമുള്ളവർക്കെല്ലാം കടന്നു വരാം. ഗോഡ് ബ്ലെസ് യു.